ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മമ്മൂട്ടിയും റഹ്മാനും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമകൾ ഒരു കാലത്ത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇരുവരും ഒരുമിക്കുന്ന സിനിമകൾക്ക് ആരാധകർ ഏറെയാണ്. പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1983 പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന സിനിമയിലൂടെയാണ് റഹ്മാൻ തന്റെ കരിയർ ആരംഭിക്കുന്നത്. മമ്മൂട്ടിയും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം നിരവധി സിനിമകളിൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഇപ്പോൾ നല്ല സബ്ജക്റ്റുകൾ വന്നാൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ വീണ്ടും സിനിമ ചെയ്യുമെന്ന് പറയുകയാണ് റഹ്മാൻ. അദ്ദേഹത്തെ ഞാൻ എന്റെ ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത്. വെറുതെ പറയുകയല്ല ഇത്. എന്റെ ആദ്യ സിനിമ മുതൽ ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മിക്കതിലും ചേട്ടനും അനിയനും പോലുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പല പടങ്ങളിലായി അദ്ദേഹത്തെ ഞാൻ അച്ചായ എന്നും ചേട്ട എന്നും ഇക്ക എന്നും വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്റെ ഇളം പ്രായത്തിലാണ് നടന്നത്. വിളിച്ച് ചേട്ടനെന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് മമ്മൂക്കയുടെ മുഖമാണ്. ഞാനും മമ്മൂക്കയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിനു മുൻപും സബ്ജക്റ്റുകൾ വന്നിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഞാനത് വേണ്ട എന്ന് പറയുകയായിരുന്നു. എന്റെ കഥാപാത്രത്തോട് യോജിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാ പടങ്ങളും ചാടിക്കയറി ചെയ്യുന്ന ആളല്ല ഞാൻ. രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ വന്നാൽ തീർച്ചയായും ചെയ്യും, റഹ്മാൻ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.